വിശദമായ റിപ്പോർട്ട് നോക്കാം. തിരുവനന്തപുരം വെമ്പായം പഞ്ചായത്ത് ഓഫീസിലുണ്ടായ തീപിടുത്തത്തിൽ ഗുരുതര ആരോപണവുമായി LDF. പഞ്ചായത്തിലെ അഴിമതി പുറത്തുവരാതിരിക്കാൻ വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തീയിട്ടതാണെന്ന് CPM നെടുമങ്ങാട് ഏരിയ സെക്രട്ടറി R ജയദേവൻ പറഞ്ഞു. വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് പഞ്ചായത്ത് ഓഫീസിൽ തീപിടുത്തമുണ്ടായത്. വെമ്പായം പഞ്ചായത്തിലെ പൊതുമരാമത്ത് വിഭാഗം ഓഫീസ് കെട്ടിടമാണ് കഴിഞ്ഞ ദിവസം കത്തിനശിച്ചത്. അകത്തുണ്ടായിരുന്ന പൊതുമരാമത്ത് വിഭാഗത്തിലെ ഫയലുകൾ മുഴുവൻ തീപിടുത്തത്തിൽ കത്തിനശിച്ചു. തീപിടുത്തം ഷോർട്ട് സർക്യൂട്ട് മൂലമല്ലെന്ന് കണ്ടെത്തിയിരുന്നു. LDFന് 9 അംഗങ്ങളുണ്ടെങ്കിലും 8 അംഗങ്ങളുള്ള UDF, BJP, SDPI പിന്തുണയോടെയാണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. പഞ്ചായത്തിലെ മല ഇടിച്ചു നിരത്തിയതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം തുടരുന്നതിന് ഇടെയാണ് തീപിടുത്തം ഉണ്ടായത്. ഫയലുകൾ നശിപ്പിക്കാൻ ഓഫീസ് കെട്ടിടത്തിന് തീയിട്ടതാണ് എന്നാണ് LDF ആരോപിക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് തീയിട്ടതെന്ന് CPIM നെടുമങ്ങാട് ഏരിയ സെക്രട്ടറി R ജയദേവൻ പറഞ്ഞു. സ്വയം കത്തിയതല്ല, കത്തിച്ചതാണെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വ്യക്തമായ അഭിപ്രായം. ബാക്കി എല്ലാ മര ഉരുപ്പടികളും കത്തിനശിച്ചിട്ടും ഒരു ജനൽപ്പാളി മാത്രം ആ കെട്ടിടത്തിന്റെ താഴ്വശത്ത് സുരക്ഷിതമായിരിക്കുക. അപ്പൊ അത് ഇളക്കി മാറ്റിയതിന് ശേഷമാണ് ഇതിനകത്തേക്ക് തീ പകർന്നത് എന്നുള്ളത് വ്യക്തമാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജഗന്നാഥനും ചില കോൺട്രാക്ടർമാരും ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് വിശ്വാസയോഗ്യമായ അറിവ്. സ്ഥിരമായി രാത്രികാലങ്ങളിൽ സന്ധിക്കുന്നത് ഈ കെട്ടിടത്തിലാണ്. ആ സമയത്താണ് അനധികൃതമായ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. പഞ്ചായത്ത് സമിതി അറിയാതെയാണ് മലകളും കുന്നുകളും ഇടിച്ചു നിരത്താൻ സെക്രട്ടറി ഉത്തരവ് നൽകിയതെന്നും LDF ആരോപിക്കുന്നു. ഇതിനു പിന്നിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എന്നാണ് പ്രധാന ആരോപണം. അഴിമതി കേസിനെ തുടർന്ന് മുൻ പഞ്ചായത്ത് സെക്രട്ടറി സസ്പെൻഷനിലാണ്. പഞ്ചായത്ത് ഭരണസമിതിക്കും സെക്രട്ടറിക്കുമെതിരെ ശക്തമായ അന്വേഷണം വേണമെന്നാണ് LDF ആവശ്യം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.